നമുക്കറിയാം സർ, കോൺഗ്രസിന്റെ ഒരു അവസാന പിടിവള്ളി എന്ന് അവർ കരുതിയിരുന്നത് ജാതി സെൻസസിനെയാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ മുറവിളി കൂട്ടി ജാതി സെൻസസ് വേണം വേണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് കരുതിയത് ഒരു വിധത്തിലും കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിക്കില്ല എന്നാണ്. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആ പ്രതീക്ഷയ്ക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മോദി ഗവൺമെന്റ് ആ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ജാതി സെൻസസ് നടത്തുമെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പകച്ചുപോയി കോൺഗ്രസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴിതാ ഇന്ന് മെയ് 2-ാം തീയതി അവരൊരു പ്രവർത്തക സമിതി യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ ജാതി സെൻസസ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് യോഗം നടക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. ആകപ്പാടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലല്ലേ കോൺഗ്രസ്? സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഇവിടെ ഒരു കാര്യം ആദ്യമേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. BJP ഒരിക്കലും ജാതി സെൻസസ് എന്ന് പറയുന്ന നിർദ്ദേശത്തിന് എതിരായിരുന്നില്ല. യഥാർത്ഥത്തിൽ ജാതി സെൻസസിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നതിനെയാണ് BJP വിമർശിച്ചിരുന്നത്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പഠനം വിലയിരുത്തൽ നടന്നിട്ട് ദശാബ്ദങ്ങളായി. മണ്ഡൽ കമ്മീഷന്റെ സമയത്ത് പോലും പഴയ രേഖകളും പഴയ ചില ഡാറ്റാസും വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ ജാതി സമവാക്യങ്ങൾ സംബന്ധിച്ച ഒരു സത്യസന്ധമായ പഠനം അത് രാജ്യത്തിന് ഗുണകരമായിരിക്കും. ഇന്നുള്ള സംവരണ നിലവാരങ്ങൾ മാറ്റാൻ ചിലപ്പോൾ അത് ഗവൺമെന്റിന് സഹായകരമാകും എന്നൊരു വിലയിരുത്തൽ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കോൺഗ്രസുകാര് രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു. അതിന് കാരണം എന്താ? ഇന്ത്യയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് OBC വിഭാഗക്കാരാണ്. OBCയുടെ ഒരു പ്രമുഖ മുഖമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ മുഖമാണ് നരേന്ദ്രമോദി. ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് 2014 ശേഷം നമ്മൾ കാണുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുകയും BJPയുടെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിട്ട് മാറുകയും ചെയ്തത് തന്നെയാണ്. OBC രാഷ്ട്രീയം ഭംഗിയായിട്ട് അതിലെ OBC വിഭാഗത്തിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മോഡിജിക്ക് കഴിഞ്ഞു. OBC കമ്മീഷന് ഭരണഘടന പദവി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. OBC വിഭാഗക്കാർക്ക് പ്രാമുഖ്യം നൽകിയത്, രാഷ്ട്രീയത്തില് സംഘടനയില് പ്രാമുഖ്യം നൽകിയത് നരേന്ദ്രമോദിയാണ്. അപ്പോ ആ നരേന്ദ്രമോദിയുടെ ഒരു ഗെയിം പ്ലാനിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി കൂട്ടരും ഈ ജാതി സംവരണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ മോഡി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ജാതി സംവരണവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന്. അത് വരാൻ പോകുന്ന സെൻസസിനൊപ്പമാണ്. നമുക്കറിയാം 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. പക്ഷെ കോവിഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CAAയുടെ സമരം നടന്നിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് സെൻസസുമായിട്ട് മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഇപ്പൊ ഏറ്റവും വേഗത്തില് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ രാജ്യത്ത് സെൻസസ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ സെൻസസ് ഡാറ്റയുടെ പശ്ചാത്തലത്തിലാണ് അടുത്ത ലോക്സഭയുടെ പുനർനിർണയം വരാം. നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കാൻ പോകുന്നത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയം നടത്തുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ തന്നെ ചില കോലാഹലങ്ങൾ കേട്ടു. സൗത്ത് ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ കുറയാൻ പോകുന്നു, ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളില് മണ്ഡലങ്ങളുടെ എണ്ണം കൂടാൻ പോകുന്നു എന്നുള്ള വിവാദമൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ അതൊക്കെ നടപ്പിലാവണമെങ്കിൽ ഈ സെൻസസ് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും നടന്നേ തീരൂ. അപ്പോ ഇനിയിപ്പോ ഒരു കാലത്ത് CAA സമരകാലത്ത് കോൺഗ്രസ്സുകാരും അവരുടെ കൂടെ നിൽക്കുന്നവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഈ രാജ്യത്ത് സെൻസസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന്. അതേപോലെ തന്നെ പിന്നീട് പലപ്പോഴും, കാരണം ഈ സെൻസസിനൊപ്പം ഞാനൊക്കെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ NPR അതും കൂടി തയ്യാറാക്കാനുള്ള ശ്രമം മോഡി ഗവൺമെന്റ് നടത്തുമെന്നാണ്. സാധാരണ പഴയ കാലത്തെ സെൻസസിന് വേണ്ടി വലിയ പാള പോലുള്ള ഷീറ്റ് കടലാസുകളുമായിട്ടാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഉദ്യോഗസ്ഥന്മാർ വരാറുള്ളത്. ഇത്തവണ ആധുനിക സൗകര്യങ്ങളുള്ള ടാബ് ഈ സെൻസസ് ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ ഈ സെൻസസിനൊപ്പം ജാതി സെൻസസ് മാത്രമാവില്ല,
നമ്മുടെ പൗരത്വ രജിസ്റ്ററിന് വേണ്ട ഡാറ്റ കൂടി അതിനൊപ്പം തയ്യാറാക്കപ്പെടും. അപ്പോ ഇന്ന് രാജ്യത്തുള്ള വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള അനവധി പേര് അനധികൃതമായി കുടിയേറിയ അനവധി പേര്, ആയിരക്കണക്കിന് പേര്, ലക്ഷക്കണക്കിന് പേര് ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം. അതൊക്കെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കൂടി നരേന്ദ്രമോദിയുടെ ഈ നീക്കം കൊണ്ട് കഴിയും. അപ്പോൾ ജാതി സെൻസസിനെ അനുകൂലിച്ചവർക്ക് ഇനി സെൻസസുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ എതിർക്കാൻ കഴിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അതിനൊപ്പം ഞാനൊക്കെ വിചാരിക്കുന്നത് പൗരത്വ രജിസ്റ്റർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും. അത്തരം ഒരു മാസീവ് പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. അത് ഇന്ത്യയില് വിദേശ പൗരന്മാർക്കുൾപ്പെടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും. ഇപ്പൊ തന്നെ നമ്മൾ അടുത്ത കാലങ്ങളിൽ കേട്ടല്ലോ, പാകിസ്ഥാനിലെ പൗരന്മാരാണ്, അവരുടെ ഭാര്യമാര് ഇന്ത്യയിലാണ്. ഏതാണ്ട് 1,00,000-ലേറെ സ്ത്രീകള് പാകിസ്ഥാൻ പൗരന്മാരുടെ ഭാര്യമാരായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നാണ്. അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പല ഭാഗത്തും വിഷമങ്ങളും ബഹളങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അതിനെക്കുറിച്ചുള്ള എതിർപ്പുകളുണ്ട്. സ്ത്രീകളെ പിടിച്ച് പുറത്താക്കാമോ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവര്, ഇന്ത്യയിൽ പൗരത്വമില്ലാത്തവർക്ക്, അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു പ്രഖ്യാപിത നിലപാട് നരേന്ദ്രമോദിക്കുണ്ട്. അത് പഹൽഗാമിന് ശേഷം അത് ശക്തമാക്കിയിട്ടുമുണ്ട്. അതിന്റെ ഒരു 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 പുതിയ രൂപം അല്ലെങ്കിൽ ഒരു വിസ്തൃതമായ കാഴ്ചപ്പാട് നമുക്ക് ഈ സെൻസസോടുകൂടി കാണാൻ കഴിയും. അതുകൊണ്ട് കോൺഗ്രസ്സുകാര് എന്താണോ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് അത് അവർ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് മാറും. ഈ അജണ്ട, കോൺഗ്രസ്സുകാരുടെ അജണ്ട തകർന്ന് തരിപ്പണമാകും എന്നതാണ് നമ്മളിപ്പോ കാണേണ്ടത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഹോംവർക്ക് ഇനി ചെയ്യേണ്ടതുണ്ട് ഈ ചെന്ന് പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാൻ. അതിനുള്ള ശ്രമമായിരിക്കും ഇപ്പൊ പ്രവർത്തക സമിതി വിളിച്ചു ചേർക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ആ രീതിയിലായിരിക്കാം പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി എന്താണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടി പ്ലാൻ ചെയ്യുക ജാതി സെൻസസിന്റെ കാര്യത്തിൽ എന്നതും കോൺഗ്രസിൽ പ്രവർത്തകർ അറിയാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജാതി സെൻസസിന്റെ കാര്യത്തിൽ എന്തായാലും കേന്ദ്ര സർക്കാർ ആദ്യമേ എതിരായിരുന്നില്ല എന്നുള്ള കാര്യം കോൺഗ്രസും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവര് ജാതി സെൻസസിന് വേണ്ടി നിരന്തരം മുറവിളി കൂട്ടിയത്. കേന്ദ്ര സർക്കാർ എന്തായാലും ജാതി സെൻസസിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസിന്റെ ഒരു അവസാന പിടിവള്ളി കയ്യിൽ നിന്ന് പോയ മട്ടാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ.